ഹായ് ഓൾ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബുക്ക് റിവ്യൂ ആണ്. ഈ ബുക്കിൻ്റെ പേരാണ് ദ ആർട്ട് ഓഫ് ബീയിങ് എലോൺ. ഇത് എഴുതിയിരിക്കുന്നത് രേണുക ഗർവാണി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഇവർ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഇവരുടെ ഈ സ്കൂളിലെ മെമ്മറീസ്, അതുപോലെ കോളേജ് ടൈമിലെ മെമ്മറീസ് അതൊക്കെ വെച്ച് പറയുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ശരിക്ക് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല ഒരു സന്തോഷം അല്ലെങ്കിൽ കുറേ കാര്യം ചെയ്യുന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് നോയിങ് യുവർ സെൽഫ് ആൻഡ് ആക്സെപ്റ്റിങ് യുവർ സെൽഫ് എന്നാണ് ഇവരിതിൽ പറയുന്നത്. പിന്നെ അതേപോലെ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കാതെ നമ്മളെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ തന്നെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സിനെ പറ്റിയും നല്ലോണം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക, അത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ അതങ്ങനെയാണ്. എന്താ വെച്ചാൽ അതേപോലെ എപ്പോഴും ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു, ആൾക്കാർ നമ്മളെപ്പറ്റി അത് ചിന്തിക്കുന്നു, അങ്ങനെ നമ്മൾ ആലോചിക്കാതെ ശരിക്ക് ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്ക് ചിന്തിക്കുന്നൊന്നുമില്ല. ആൾക്കാർ ചിന്തിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ പരിപാടിക്ക് പോവും. അതാണ് ശരിക്കും സംഭവം. അപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. നമ്മൾക്ക് വേണ്ടി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, ഈ കണ്ടൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്കിതിന് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക. നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതേപോലെ ആമസോണിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ ദ ടൈം.